ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാ. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, മെയ് 4 റിസൾട്ട് വന്ന ശേഷം എന്തായാലും നമ്മുടെ അൻവർ തോക്കും. അപ്പൊ ഈ അൻവർ തലയൊക്കെ മുട്ടയടിച്ച് കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് ഞാനൊന്ന് ആലോചിക്കായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കണക്കിനാണ് പോക്കെങ്കിൽ എന്തായാലും അലിൻജോസ് പെരേരയ്ക്കും അതുപോലെ തന്നെ ആറാട്ടണ്ണനും ഒക്കെ വലിയൊരു ഭീഷണിയായി ഈ ചങ്ങായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല കേട്ടോ. എന്തായാലും മുഹമ്മദ് റിയാസിനെയൊക്കെ വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നില്ലേ? എനിക്കും ചിരി വന്നു. ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ബേപ്പൂരി തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ മൊട്ടയടിച്ച് കമ്മലിട്ട് റോഡ് വഴി നടക്കും, റിയാസ് കമ്മലിടണ്ട, മൊട്ടയടിച്ചാൽ മതി, തയ്യാറുണ്ടോ എന്നൊക്കെ ഈ കീലേരി അച്ചു ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാ ചിരിക്കാതിരിക്കുക? ഈ കോമഡി കേട്ടിട്ട് ഈ വർഷത്തെ മികച്ച കൊമേഡിയനുള്ള അവാർഡ് PV അൻവറിന് കൊടുത്താലും തെറ്റു പറയാൻ പറ്റില്ല. ആര് മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ട. അതിനു മുമ്പ് ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ബേപ്പൂരിൽ പോയ സമയത്ത് എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ ചില കണ്ടെത്തലുകളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ശേഷം നമുക്ക് അൻവറിലേക്കും റിയാസിലേക്കും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കൊക്കെ പോവാം. അതായത് ഞാൻ അവിടെ പോകുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ അവിടെ UDF സ്ഥാനാർത്ഥി PV അൻവർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയൊക്കെ UDF വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് PV അൻവർ അവിടെ പണിയൊക്കെ ആരംഭിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ചില തെലുങ്കന്മാരൊക്കെ ഉണ്ട്, തെലുങ്ക് സിനിമയിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറയാനുണ്ടല്ലോ, നായകന്മാരും വില്ലന്മാരൊക്കെ പറയാൻ 100 വണ്ടിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അൻവർ അവിടെ വരുമ്പോൾ ഉള്ളത് എന്നാണ് പറഞ്ഞത്. അൻവർ ഒരു മരിച്ച വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ വിളിക്കാത്ത ചില കല്യാണങ്ങൾക്കൊക്കെ പോകും. അങ്ങനെ പോണ സമയത്തൊക്കെ അൻവർ വരുന്നു, അൻവറിന്റെ ബാക്കിൽ ഒരു 100 വണ്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും അത്രേ. അപ്പൊ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. അതിനുശേഷം അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അൻവർ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ ചോദിക്കുന്നത് ആരുടെ അടുത്താണ്? അതായത് ലീഗുകാരുടെ അടുത്തും കോൺഗ്രസ്സുകാരുടെ അടുത്തും ഒക്കെയാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഈ മണ്ഡലത്തിന്റെ പൾസ് അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൾസ് ചോദിക്കേണ്ടത് ലീഗുകാരോടും കോൺഗ്രസ്സുകാരോടുമാണ് എന്ന് ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം സഖാക്കളുടെ അടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഖാക്കൾ റിയാസ് സൂപ്പറാണെന്നേ പറയും. അപ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു അവമതിപ്പ് മറ്റുള്ള ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും സഖാക്കളല്ലാത്ത ആളുകളുടെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ലീഗുകാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞെട്ടിപ്പോയി. ആദ്യം ഞാൻ ചോദിച്ചത് അൻവറിനെ പറ്റിയാണ്. അപ്പൊ അൻവറിനെ പറ്റി അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് ഓനെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളുവോ? ഓൻ ഇന്ന് UDF നാളെ BJP പോകും, എങ്ങനെയാണ് വിശ്വസിച്ച് വോട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചത്. അതെ, ഒരാൾക്കും വിശ്വാസമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഓന്ത് ഒതളങ്ങ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണ് ഇദ്ദേഹത്തെ പറ്റി അവർ പറയുന്നത്. മാത്രമല്ല റിയാസിന് പറ്റിയ ഒരു എതിരാളി പോലും അല്ല എന്ന് തന്നെ അവിടുത്തെ ലീഗുകാരും ഈ കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, മുഹമ്മദ് റിയാസിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, റിയാസ് സൂപ്പർ അല്ലേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഷയങ്ങളും ഇടപെടും, ഞങ്ങൾക്കിടയിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന് ഈ മന്ത്രി എന്നുള്ളൊരു ഹെഡ് ബൈറ്റ് ഒന്നുമില്ല, ഏത് വിഷയത്തിൽ ഇടപെടും, മണ്ഡലത്തിൽ സജീവമാണ്, അതുകൊണ്ട് റിയാസ് തന്നെ ജയിക്കും എന്നാണ് അന്ന് ഈ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. മാത്രമല്ല അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് ബേപ്പൂരിലൂടെ പോയി നോക്ക്, എന്തൊരു വികസനമാണെന്ന് നോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ വികസനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് റിയാസിന്റെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് അവിടുത്തെ ജനങ്ങൾ ഒരൊറ്റക്കെട്ടായിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന കാഴ്ച കൂടി കാണാൻ സാധിച്ചു. ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഉള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ. നമ്മൾ അവിടെ പോയി അന്ന് അവരുടെയൊക്കെ റെസ്പോൺസ് എടുത്തൊക്കെ നമ്മുടെ ചാനലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അതായത് PV അൻവർ ഒരു ഫാക്ടറി ആയിരുന്നില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഒരു ഒത്ത എതിരാളി പോലും ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും റിയാസിനെ പറ്റി ചെറുതൊക്കെ പറയാതെ വയ്യ കേട്ടോ. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ ബേപ്പൂർ മണ്ഡലത്തിലെ പ്രതിനിധി എന്ന നിലയിലുമൊക്കെ മുഹമ്മദ് റിയാസ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മാതൃകകളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയും. ഇപ്പൊ ബേപ്പൂരിൽ തന്നെ അന്ന് ചെന്നപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ചെറവണ്ണൂർ കൊളത്തറ റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകൾ ഭൂമി ഏറ്റെടുത്ത് നവീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ വാതോരാതെ സംസാരിക്കുകയാണ്.
അദ്ദേഹത്തിന് മാത്രമേ അതൊക്കെ കഴിയൂ, റിയാസ് ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കൂ എന്നവർ പറയുകയാണ്. BMTC നിലവാരത്തിൽ റോഡുകൾ ടാർ ചെയ്യുന്നതിനും ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനും ഒക്കെ അദ്ദേഹം മുൻഗണന നൽകിക്കൊണ്ട് നടപ്പിലാക്കിയിട്ട് പല കാര്യങ്ങളെ പറ്റിയൊക്കെ ഈ ജനങ്ങൾ നമ്മളായിട്ട് സംസാരിക്കുകയാണ്. അതൊക്കെ അവർ നമ്മളെ കൊണ്ടുപോയി കാണിക്കുകയാണ്. നമുക്കത് കണ്ടപ്പോൾ വലിയ ബഹുമാനം തോന്നി, മാത്രമല്ല വലിയ അഭിമാനം തോന്നി. നമ്മുടെ കേരളം എത്ര വേഗമാണ് മാറുന്നത്. ബേപ്പൂർ മാത്രമല്ല, റിയാസ് കേരളത്തിലെ റോഡുകളെല്ലാം തന്നെ മികവുറ്റതാക്കി, പാലങ്ങളൊക്കെ തന്നെ മികവുറ്റതാക്കി എന്നുള്ളതാണ്. പൊതുമരാമത്ത് പ്രവർത്തികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഡിസൈൻ പോളിസി നടപ്പിലാക്കിയതാരാണ്? റിയാസ് ആണ്. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം അദ്ദേഹം കർശനമാക്കിയ കാഴ്ചയും നമ്മൾ കണ്ടു. റോഡുകളിലെ കുഴികൾ അടയ്ക്കാൻ പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന PWD for You ആപ്പ് അവതരിപ്പിച്ചു. എന്ത് ഗുണമായിരുന്നു നമുക്ക് ആപ്പ് കൊണ്ട് കിട്ടിയത് അല്ലെ? കൂടുതൽ പല കാര്യങ്ങളും റോഡുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ വഴി നമുക്ക് പരിഹരിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആണ്. ബേപ്പൂരിനെ ആഗോള ടൂറിസം ഭൂപടത്തിൽ എത്തിക്കുന്നതിനായി അന്താരാഷ്ട്ര ജലോത്സവം അദ്ദേഹം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് പ്രാദേശിക ടൂറിസത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉണർവ് നൽകി എന്നുള്ളതാണ്. കേരളത്തെ ഒരു വിവാഹ വിരുന്നിന്റെ കേന്ദ്രമാക്കി ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിനും കാരവൻ ടൂറിസം വ്യാപിപ്പിക്കുന്നതിനും നൂതനമായ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിജയിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ബേപ്പൂർ ഹാർബർ നവീകരണത്തെ പറ്റി പറയാതെ വയ്യ. ഫിഷിംഗ് ഹാർബറുകളിലെ വെളിച്ച സംവിധാനം മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം അദ്ദേഹം ഉയർത്തി എന്നുള്ളതാണ്. ഇതൊക്കെ അവിടെ വലിയ ചർച്ചയായിരുന്നു. മണ്ഡലത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആശുപത്രികളുടെ നവീകരണത്തിനും ഫണ്ടുകൾ അനുവദിച്ച് അദ്ദേഹം അതൊക്കെ വേറെ ലെവലാക്കി എന്നുള്ളതാണ്. പാലങ്ങൾക്ക് താഴെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ യൂട്ടിലിറ്റി സ്പേസുകളാക്കി മാറ്റി കളിസ്ഥലങ്ങളോ പാർക്കുകളോ നിർമ്മിക്കാവുന്ന പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചതുമൊക്കെ ഒരു വലിയൊരു സംഭവമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പോകുന്നു റിയാസിന്റെ വികസനങ്ങളും ജനകീയ ഇടപെടലുകളും ഒക്കെ. ഇനി PV അൻവറിലേക്ക് വന്നാലോ? അൻവർ നിലമ്പൂരിൽ നിന്ന് ജയിച്ച് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് സഭയിൽ പോയിരുന്നു അല്ലെ? എന്നിട്ട് എന്താണ് ഉണ്ടായത്? അവസാനം കള്ളനും കൊള്ളക്കാരനും സ്വർണ്ണ കൊള്ളക്കടത്തുകാരനും ഒക്കെ വേണ്ടി സംസാരിച്ച് അവസാനം പണിയായി. അവസാനം LDF ചവിട്ടി പുറത്താക്കി. ശേഷം കുറെ പാർട്ടികളിലൊക്കെ പോയി. അങ്ങനെ അവസാനം ഈ വിഴുപ്പ് പാണ്ഡം UDF ചെന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചേക്കുന്നത്? ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഇപ്പൊ എല്ലാവരും എന്താണ് കേൾക്കുന്നത്? തൃണമൂൽ കോൺഗ്രസും ഇടുമെന്നാണ് കേൾക്കുന്നത്. ഇനി 2011 മുതലുള്ള മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലോ? ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന 2011 മുൻ മന്ത്രി എളമരം കരീമിലൂടെ ഇടതുപക്ഷം ബേപ്പൂർ നിലനിർത്തി. വികസന നായകൻ എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മണ്ഡലത്തിൽ LDFന് വലിയ സ്വീകാര്യത നൽകി. കോൺഗ്രസിന്റെ ആദം മുൻസിയെ 5316 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ചുവപ്പുകോട്ട കാക്കാൻ അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. 2016 വീണ്ടും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മണ്ഡലം കൂടുതൽ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് ചേരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വ്യവസായ പ്രമുഖനും ജനകീയനുമായ VKC മുഹമ്മദ് കോയയിലൂടെ LDF ഭൂരിപക്ഷം 3 ഇരട്ടിയോളമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. UDFിലെ ആദം മുൻസിയെ തന്നെയാണ് അപ്പോഴും പരാജയപ്പെടുത്തിയത്. VKC 14363 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിലാണ് അന്ന് ജയിച്ചു കയറിയത്. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം വളരെ ജനകീയനായിരുന്നു അവിടെ എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ബേപ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അവിടെ സംഭവിച്ചത്. DYFI ദേശീയ അധ്യക്ഷനായിരുന്ന PM മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മണ്ഡലം ആവേശത്തോടെയാണ് വരവേറ്റത്. അത് വലിയൊരു ഓട്ടായി മാറുകയും ചെയ്തു. UDFിലെ PM നിയാസിനെ അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയത് 28,747 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ്. ഇത് മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ ജനസ്വാധീനത്തിന്റെ വിളംബരമായിരുന്നു. എന്തുകൊണ്ട് ബേപ്പൂർ ഇടതുപക്ഷത്തിനൊപ്പം എന്ന് ചോദിച്ചാൽ വികസന തുടർച്ച, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാൻ കഴിയും. അതുകൊണ്ടൊക്കെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിക്കാനില്ല. കൂടുതൽ ഇടതുപക്ഷത്തിനൊപ്പം ബേപ്പൂരിൽ നിന്ന് ബേപ്പൂര് ചുവന്നു തുടിക്കും റിസൾട്ട് വരുമ്പോൾ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും അൻവർ 2 കാര്യങ്ങൾ ഇപ്പോഴേ നോക്കി വെച്ചു. 1, കമ്മല് മേടിക്കാനുള്ള കടയും, 2, ഈ സാധനം ഉണ്ടല്ലോ ഇത് വെട്ടാനുള്ള ആളെ തപ്പി വെച്ചോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.